ഹലോ ഗൈസ്, നമ്മൾ ഇന്ന് പെട്ടെന്നൊരു വളകാപ്പ് നടത്താൻ പോവുകയാണ്. നമ്മുടെ മീനുവിൻ്റെ അമ്മയുടെയാണ് വളകാപ്പ് നടത്തുന്നത്. അങ്ങനെ പെട്ടെന്ന് തന്നെ സഹായിക്കാൻ വേണ്ടി രണ്ടുപേർ കൂടെ കൂടിയിട്ടുണ്ട്. ഞങ്ങൾ അങ്ങനെ ഇലക്കകത്ത് വളകാപ്പ് എന്നൊക്കെ എഴുതി സെറ്റാക്കി. അതിനുശേഷം ഞാൻ അത് സെറ്റാക്കിയപ്പോഴത്തേക്ക് രണ്ടുപേരെ പൂ പറിക്കാൻ വിട്ട് കൂടെ മൂന്നാമത്തെ ആളും കൂടി അങ്ങനെ പൂവൊക്കെ പറിച്ച് സെറ്റാക്കി. പറിച്ച് പൂവെല്ലാം കൂടെ നമ്മൾ കോർത്തൊരു മാലയാക്കി ഒരു സൈഡ് വെച്ച് അതിന് ശേഷം നമ്മൾ നേരെ പോയത് അതിനകത്തോട്ടാണ്. സെനസ്റ്റേ പോയി കുറച്ച് ഓർണമെൻറ്റ്സ് ഒക്കെ നമ്മൾ റെൻറ്റിന് എടുത്തുകൊണ്ട് വന്ന് ഞാനും ചേച്ചിയും കൂടെ പോയാണ് റെൻറ്റിന് സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് വന്നത്. അതിനുശേഷം നമ്മൾ നേരെ പോയിട്ട് കുറച്ച് ലഡുവും ജിലേബിയും ഒക്കെ വാങ്ങിക്കാൻ പിന്നെ മധുരം പുള്ളിക്കാരിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനം എല്ലാം വാങ്ങി വീട്ടിൽ വന്നപ്പോൾ നമ്മുടെ ഗർഭിണി ഇരിക്കുന്ന കോലമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം ഞങ്ങളങ്ങ് വെളിപ്പെടുത്തി നമ്മൾ എന്തോ നടക്കാൻ പോകും. കാരണം എന്ന് വെച്ചാൽ അധികം രഹസ്യമൊന്നും സൂക്ഷിക്കാൻ നമുക്ക് പറ്റാത്തതുകൊണ്ട് നമ്മളങ്ങ് വെളിപ്പെടുത്തി. നമ്മൾ ഈ സാധനം എല്ലാം ഒപ്പിക്കുന്ന സമയം കൊണ്ട് നമ്മുടെ ഗർഭിണി നമുക്ക് വേണ്ടി കലത്തപ്പം ഉണ്ടാക്കി അത് ഞങ്ങളുടെ ചേച്ചി മുറിച്ച് എനിക്ക് തന്നു. ഞാനത് എടുത്തു. അതിൻ്റെ അടിഭാഗമാണെങ്കിൽ കുറച്ച് കട്ടിയുണ്ടായിരുന്നു, മേൽഭാഗമൊക്കെ നല്ല സോഫ്റ്റ് ആയിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ പിന്നെ അതിൻ്റെ ടേസ്റ്റിനെ ആസ്വദിച്ചുകൊണ്ട് കുറച്ച് നേരം ഇരുന്നു. അങ്ങനെ സർപ്രൈസ് ഒക്കെ പൊളിഞ്ഞത് കൊണ്ട് തന്നെ ഞങ്ങൾ പിന്നെ ഉച്ചയായപ്പോഴത്തേക്ക് നമ്മുടെ ഗർഭിണിയെ ഒരുക്കാൻ വേണ്ടി കയറി. ഞാനും ജി ചേച്ചിയും കൂടെയാണ് ഒരുക്കിയത്. ഞങ്ങൾ രണ്ടോട്ട് കുറച്ച് നേരത്തേക്ക് നമ്മുടെ പുഷ്പലത ചേച്ചി ആയി മാറി. അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ജി ചേച്ചി പറയുന്നുണ്ട് നമുക്ക് രണ്ടുപേർ കൂടെ ചേർന്നിട്ട് ഒരു ബ്യൂട്ടി പാർലറൊക്കെ തുടങ്ങിയാലോ, നമുക്ക് സ്ഥിരം കലാപരിപാടി ആക്കിയാലോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങളുടെ മേക്കപ്പിൽ ഞങ്ങൾ തന്നെ അഭിമാനം കൊള്ളുന്ന നിമിഷമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സ്വയം അഭിമാനം കൊണ്ടതിന് ശേഷം നമ്മൾ ഫോട്ടോഷൂട്ട് എന്ന കർമ്മത്തിലേക്ക് വിട്ടുകൊടുത്ത് ഫോട്ടോഗ്രാഫേഴ്സിനെ വിളിച്ചു. വേറെ ആരുമല്ല, ചേച്ചിയുടെ ആങ്ങളെയും നാത്തൂൻ്റെ മോനുമായിരുന്നു ഫോട്ടോഗ്രാഫേഴ്സ്. അങ്ങനെ അവരെ വിളിച്ച് കുറേ ഫോട്ടോസൊക്കെ എടുത്ത് അങ്ങോട്ട് പോകുന്നതും ഇങ്ങോട്ട് പോകുന്നതും നിൽക്കുന്നതും ഇരിക്കുന്നതും മീനുവിനെ വെച്ചിട്ട് മീനു ഉമ്മ എടുക്കുന്നതും എല്ലാം ഇങ്ങനെ കുറേ പല രീതിയിലുള്ള ഫോട്ടോസ് നമ്മൾ എടുത്തു. അതിനുശേഷം നമ്മൾ നേരെ അകത്തേക്ക് പോയി. ഗൈസ്, ആ തൂക്കിയിട്ടിരിക്കുന്ന സാധനമാണ് രാവിലെ ഞാൻ അവിടെ ഇരുന്ന് എഴുതിക്കൊണ്ടിരുന്ന വളകാപ്പ് എന്ന്. അതിനുശേഷം നമ്മൾ അകത്തെല്ലാം അറേഞ്ച് ചെയ്തു. കുറേ നമ്മുടെ ബഡ്ജറ്റിന് പറ്റിയ രീതിയിൽ ഞങ്ങളാണെങ്കിൽ ലഡു അത് ഇത് സാധനങ്ങളെല്ലാം വാങ്ങിച്ചു വെച്ചു. എന്ന് വെച്ചാൽ ഇത് ഭയങ്കര വലിയ പരിപാടിയായിട്ടൊന്നുമില്ല, നമ്മൾ ചെറിയ പരിപാടിയായിട്ടാണ്. അങ്ങനെ നമ്മളിപ്പോൾ കർമ്മത്തിലേക്ക് കടക്കാൻ പോവുകയാണ്. ലഡു, ജിലേബി, പേട തുടങ്ങിയ സാധനങ്ങൾ നിരത്തി വെച്ച് അതിന് മുന്നിൽ കൊണ്ടുവന്ന് നമ്മൾ അശ്വതിയെ പ്രതിഷ്ഠിച്ചു. അതിനുശേഷം നമ്മൾ ആദ്യം മീനിനെ വിളിച്ചിട്ടാണ് മഞ്ഞളൊക്കെ തൊട്ട് കൊടുത്തു. ഇതിൻ്റെ ശരിക്കുള്ള റൂൾസ് എങ്ങനെയാണെന്നൊന്നും നമുക്കറിയത്തില്ല. പക്ഷേ നമ്മൾ അവിടെ ഇവിടെയും കണ്ടത് വെച്ചിട്ടാണ് ഇത് നടത്തിയത്. എന്ന് വെച്ചാൽ നമുക്കൊരു സന്തോഷം, ചേച്ചിക്കൊരു സന്തോഷം, പിന്നെ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത് ബാക്കി എല്ലാവർക്കും ഒരു സന്തോഷം. അതിനുവേണ്ടി മാത്രമാണ് ഞങ്ങൾ ഇത് നടത്തിയത്. പിന്നെ 1 by 1 ആയിട്ട് ചെറിയ കുരുപ്പുകൾ ഓരോന്നോരോന്ന് മഞ്ഞൾ തൊട്ട് കൊടുക്കാൻ തുടങ്ങി. പിന്നെ ഈ ചടങ്ങിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് വെച്ചാൽ കയ്യിൽ വളയിടുക എന്നതാണ്. പക്ഷേ അത് ഈ ചടങ്ങിൽ എന്തായാലും നടന്നില്ല. കാരണം വള വാങ്ങിച്ചത് ഞാനാണ്. അതുകൊണ്ട് തന്നെ ചെറിയ വളയാണ് ഞാൻ വാങ്ങിച്ചുകൊണ്ട് വന്നത്. ചേച്ചിയുടെ കയ്യിലൊന്നും കയറിയില്ല. ലാസ്റ്റ് പക്ഷേ നമ്മളൊരു പരിശ്രമം നടത്തി സോപ്പൊക്കെ ഇട്ട് കയറ്റാൻ നോക്കി. അങ്ങനെ കുറച്ചൊക്കെ ഇട്ടായിരുന്നു ഗൈസ്. അതിനുശേഷം നമ്മൾ പിന്നെയും കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് അതെല്ലാം എൻ്റെ കൂടെ വിളിച്ചിട്ടുണ്ട്. ആ വീഡിയോ കോളിൽ ഇടുന്നതാണ് ചേച്ചിയുടെ ഹസ്ബൻഡ്. ഓക്കെ, ബൈ.